നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന തീരുമാനവുമായി സൗദി അറേബ്യൻ ഭരണകൂടം. റീ എൻട്രി വിസയുടെ കാലാവധി തീരും മുമ്പ് മടങ്ങിയെത്താത്ത പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സൗദി അറേബ്യ. എക്സിറ്റ് റീ എൻട്രി വിസയിൽ രാജ്യം വിടുകയും വിസ കാലഹരണപ്പെടുന്നതിന് മുൻപ് മടങ്ങിവരാതിരിക്കുകയും ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്ക് നിലവിലുള്ള 3 വർഷത്തെ വിലക്കാണ് നീക്കം ചെയ്തതെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് വകുപ്പ് അറിയിച്ചു. ജനുവരി 16 ചൊവ്വാഴ്ചയാണ് പുതിയ നിർദ്ദേശം നിലവിൽ വന്നിട്ടുള്ളത്. രാജ്യത്തെ വിവിധ വിഭാഗങ്ങളിലുള്ള പാസ്പോർട്ട് ഓഫീസുകൾ, എയർപോർട്ടുകൾ, എയർലൈനുകൾ, ഷിഫ്റ്റ് മേധാവികൾ, നാവിഗേറ്റർമാർ, ഷിപ്പിംഗ് കമ്പനികൾ, ട്രാൻസിറ്റ് ഹാളുകൾ, തുറമുഖങ്ങൾ, കര അതിർത്തി ചെക്ക് പോസ്റ്റുകൾ എന്നിവിടങ്ങളിലെ ജവാസത്ത് ഓഫീസുകളെയും വിമാന കമ്പനികളെയും ഷിപ്പിംഗ് കമ്പനികളെയും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളെയും പ്രവേശന വിലക്ക് റദ്ദാക്കിയ കാര്യം ജവാസത്ത് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. റീ എൻട്രി വിസ കാലാവധി തീർന്ന വിദേശികൾക്ക് ഏതു സമയവും പുതിയ തൊഴിൽ വിസയിൽ വീണ്ടും സൗദിയിൽ ഇനി പ്രവേശിക്കാവുന്നതാണ്. മടക്കം വൈകുകയും കമ്പനി പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങളും കാരണം വ്യവസായികളുടെയും സംരംഭകരുടെയും ആവശ്യപ്രകാരം 2022 ജവാസത്ത് പ്രവാസികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. മലയാളികൾ ഉൾപ്പെടെ ഇതോടെ സൗദിയിലേക്ക് പോകാനാകാതെ കുടുങ്ങിയിരുന്നു. തൊഴിലാളികൾ മടങ്ങിയെത്താത്തതിനാൽ ഗണ്യമായ സാമ്പത്തിക ചെലവുകൾ ഉണ്ടായി എന്ന് കാട്ടിയായിരുന്നു കമ്പനികൾ നേരത്തെ ഭരണകൂടത്തെ സമീപിച്ചത്. റീ എൻട്രി വിസയുള്ള പ്രവാസികൾ വിസയിൽ വ്യക്തമാക്കിയ സമയത്തിനുള്ളിൽ രാജ്യത്തേക്ക് മടങ്ങണമെന്നും അല്ലാത്തപക്ഷം തൊഴിലുടമ പുതിയ വിസ നൽകണമെന്നുമായിരുന്നു തീരുമാനം. വിസയുടെ കാലാവധി കഴിഞ്ഞ് 2 മാസത്തിനു ശേഷം ഏതൊരു പ്രവാസിക്കും പുറത്തുപോയി തിരിച്ചെത്തിയില്ല എന്ന ലേബൽ അടിച്ചു നൽകുമെന്നും അതോറിറ്റി അന്ന് വ്യക്തമാക്കിയിരുന്നു. എക്സിറ്റ് ആൻഡ് റീ എൻട്രി വിസയുടെ സാധ്യതയുള്ള കാലയളവിനുള്ളിൽ തിരിച്ചെത്താവരുടെ തിരിച്ചുവരവ് തടയണമെന്ന വ്യവസായികളുടെ ആവശ്യത്തെ തുടർന്നാണ് ഡയറക്ടറേറ്റ് നേരത്തെ നിരോധനം നടപ്പിലാക്കിയത്. കൃത്യസമയത്ത് തിരിച്ചെത്താത്ത തൊഴിലാളികളെ തിരികെ എത്തിക്കാൻ അനുവദിക്കില്ല എന്ന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വ്യവസായികളുടെ ആവശ്യം. എന്നാൽ ഈ തീരുമാനം കമ്പനികൾക്ക് തന്നെ മറ്റൊരു തരത്തിൽ തിരിച്ചടിയാവുകയും ചെയ്തു. ഇതോടെയാണ് വിലക്ക് തീരുമാനം നീക്കാൻ സൗദി അധികൃതർ തയ്യാറായിട്ടുള്ളത്. ചില തൊഴിലാളികളുടെ ഇത്തരം പ്രവൃത്തികൾ അവരുടെ റെസിഡൻസി പെർമിറ്റ്, ഇഖാമ, വർക്ക് പെർമിറ്റ്, തൊഴിലാളികൾ പുറപ്പെടുന്നതിനു മുമ്പുള്ള റിട്ടേൺ ടിക്കറ്റുകൾ എന്നിവ പുതുക്കുന്നതിനുള്ള ഫീസ് തുടങ്ങിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതായി തൊഴിലുടമകൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് നടപടി ഉണ്ടായത്. എന്നാൽ ഇനി പഴയ തൊഴിലുടമയുടെ അടുത്തേക്കോ പുതിയ തൊഴിലുടമയ്ക്ക് കീഴിലോ ജോലി ചെയ്യാൻ പുതിയ വിസയിൽ രാജ്യത്ത് പ്രവേശിക്കുന്നതിനുണ്ടായിരുന്ന 3 വർഷ വിലക്ക് ബാധകമായിരിക്കില്ല. ഇതേസമയം സൗദി അറേബ്യ ആഗോള ഹബ്ബ് എന്ന നിലയിൽ രാജ്യത്തിന്റെ പദവി വർദ്ധിപ്പിക്കുന്നതിനായി വിദഗ്ധരായ പ്രൊഫഷണലുകളെയും നിക്ഷേപങ്ങളെയും ആകർഷിക്കുന്നതിനായി പ്രീമിയം റെസിഡൻസി പ്രോഡക്ട്സ് എന്നറിയപ്പെടുന്ന 5 പുതിയ വിസ തരങ്ങൾ അടുത്തിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും വിജ്ഞാന കൈമാറ്റം പ്രോത്സാഹിപ്പിച്ചും സൗദി അറേബ്യയുടെ സാമ്പത്തിക പരിവർത്തനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ സംരംഭം ലക്ഷ്യമിട്ടത്. പുതിയ വിസ വിഭാഗങ്ങൾ സ്പെഷ്യൽ ടാലന്റ്, ഗിഫ്റ്റഡ്, ഇൻവെസ്റ്റർ, എന്റർപ്രണർ, റിയൽ എസ്റ്റേറ്റ് ഓണർ, റെസിഡൻസി എന്നിവയാണ്. ഇതിലൂടെ ഉടമകൾക്ക് സൗദി അറേബ്യയിൽ സ്ഥിരതാമസമാക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കും. പുതിയ വിസകൾ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്കും പ്രതിഭകൾക്കും പ്രത്യേക വിഭാഗങ്ങളിൽപ്പെടുന്ന നിക്ഷേപകർക്കുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. ആരോഗ്യ സംരക്ഷണം, ശാസ്ത്രം, ഗവേഷണം എന്നിവയിൽ വൈദഗ്ധ്യം നേടിയ എക്സിക്യൂട്ടീവുകൾക്കും പ്രൊഫഷണലുകൾക്കുമാണ് സ്പെഷ്യൽ ടാലന്റ് റെസിഡൻസി വിസ നൽകുന്നത്. അറിവിനും സാങ്കേതികവിദ്യ കൈമാറ്റത്തിനും സംഭാവന ചെയ്യാൻ കഴിയുന്ന അതുല്യമായ കഴിവുകളും അനുഭവങ്ങളുമുള്ള വ്യക്തികളെ ആകർഷിക്കാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.